ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട മാന്യശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ ആമുഖമായി അറിയിക്കുന്നു. ഇന്ന് മാർച്ച് മാസം 21 തീയതി ബീഹാറിൽ കർത്താവിൻ്റെ വേല ചെയ്യുന്ന ഒരു ദൈവദാസൻ്റെ മകളുടെ വിവാഹത്തിനായിട്ട് കടന്നു പോവുകയാണ്. അതിനെ ചിന്തിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്തതായ ഒരു കാര്യം, അവരൊരു മിഷനായിട്ട് പ്രവർത്തിക്കുന്നു. അതിൻ്റെ ഉത്തരവാദിത്വമുള്ള ഒരു സഹോദരനാണ്. അവരുടെ കീഴിൽ ധാരാളം പേര് പാസ്റ്റേഴ്സായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. വിവാഹത്തിന് മുമ്പ് അവരുടെ കൂടെ പ്രവർത്തിക്കുന്ന എല്ലാ പാസ്റ്റേഴ്സും അവർ കടന്നു വന്ന് 2 ദിവസമായിട്ട് ഉപവാസ പ്രാർത്ഥനയിലാണ്. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം വിവാഹം കഴിക്കുന്ന പെൺകുട്ടിയും തൻ്റെ ഭർത്താവും ആ ഉപവാസ പ്രാർത്ഥനയിലാണ്. അങ്ങനെ ഒരു വിവാഹത്തെപ്പറ്റി ഞാൻ കേട്ടിട്ടില്ല. വിവാഹത്തിന് മുമ്പ് ആഘോഷമായി തിന്നുകുടിച്ച് അവരെ എല്ലാവിധ സന്തോഷത്തിലുമാണ് വിവാഹത്തിലേക്ക് പ്രവേശിക്കുന്നത്. അത് തെറ്റാണെന്ന് പറയുന്നില്ല, അത് ആവശ്യമാണ്. എന്നാൽ ഇവിടെ ഈ സമയത്ത് ബീഹാറിൻ്റെയും ഭാരതത്തിൻ്റെയും സുവിശേഷീകരണത്തിനായിട്ടും ഇവരുടെ അനുഗ്രഹീതമായ കുടുംബജീവിതത്തിനായിട്ടും ഉപവാസത്തോടുകൂടി ആ കാര്യത്തിലേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു നല്ല മാതൃകയായിട്ട് എനിക്ക് തോന്നി. പ്രത്യേകാൽ ദെബോറ എന്ന് പറഞ്ഞ മോളെയും അവൻ വിവാഹം കഴിയുന്ന യഹോശാഫത്ത് എന്ന് പറഞ്ഞ ആ ദൈവദാസനെയും കുടുംബമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഡോക്ടർ എബിയെയും കുടുംബത്തെയും ഈ സമയത്ത് ദൈവകരങ്ങൾ സമർപ്പിക്കുന്നു. ദൈവം സഹായിക്കട്ടെ. ഇന്നത്തെ ചിന്തയോടുള്ള ബന്ധത്തിൽ റോമർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 26 മുതൽ വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. നാം 24 മുതലുള്ള വാക്യങ്ങളാണല്ലോ കഴിഞ്ഞ ദിവസങ്ങൾ ചിന്തിച്ചത്. പ്രത്യാശയാലല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. കാണുന്ന പ്രത്യാശയല്ല. ഒരുത്തൻ കാണുന്നതിനായി ഇനി പ്രത്യാശിക്കുന്ന എന്തിന്? എന്നിട്ട് 25 വാക്യത്തിൽ പൗലോസ് പറയുകയാണ്, നാം കാണാത്തതിനായി പ്രത്യാശിക്കുന്നുവെങ്കിലോ അതിനായി ക്ഷമയോടെ കാത്തിരിക്കുന്നു. ദൈവജനം കാണാത്ത കാര്യം എന്നാൽ പ്രത്യാശയോടെ ക്ഷമയോടെ അതിനായി കാത്തിരിക്കുകയാണ്. എന്നിട്ട് 26 വാക്യത്തിൽ പൗലോസ് പറയുകയാണ്, ഔവണ്ണം തന്നെ ആത്മാവ്, ഇവിടെ ദൈവത്തിന്റെ ആത്മാവിന്റെ കാര്യമാണ് പറയുന്നത്, നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. എത്ര ശക്തമായി പ്രാർത്ഥിക്കാൻ അറിയാവുന്ന പറയുന്ന വ്യക്തിയേക്കും ദൈവവചനം പറയുന്നു നമ്മുടെ ശരീരം ബലഹീനമാണ്, നമുക്ക് വേണ്ട പോലെ പ്രാർത്ഥിക്കുവാനായിട്ട് കഴിയത്തില്ല. ചിലരെപ്പറ്റി പറയുന്നത് വളരെ ശക്തിയോടെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ വീരനാണ്. ആ വ്യക്തിക്കും ആത്മാവിന്റെ സഹായമില്ലാതെ ശരിയായ വിധത്തിൽ പ്രാർത്ഥിക്കാൻ കഴിയില്ലെന്നാണ് പൗലോസ് ഇവിടെ പറയുന്നത്. നമുക്കറിയാലോ, ഗത്സമന തോട്ടത്തിൽ കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു പ്രാർത്ഥിക്കുവാൻ. കർത്താവ് ഒരു കല്ലേറ് ദൂരം മാറി പ്രാർത്ഥിക്കുകയായിരുന്നു മുട്ടിന്മേൽ നിന്ന്. എന്നാൽ ശിഷ്യന്മാർക്ക് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞില്ല. അവിടെ പറഞ്ഞത് അവരുടെ ആത്മാവിനൊക്കെ താല്പര്യമുണ്ടെങ്കിലും ജഡം ബലഹീനമായിരിക്കുന്നു. ഇവിടെയും പറയാണ്, ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്ന. പ്രിയപ്പെട്ടവരെ, ആരെങ്കിലും ഞാൻ ഒത്തിരി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ്, അയ്യോ എനിക്ക് അങ്ങനെയൊന്നും സംഭവിക്കത്തില്ല. ഒരു കാര്യം മനസ്സിലാക്കണം, നമുക്ക് പ്രാർത്ഥിക്കാൻ അറിയില്ല. അതുമാത്രമല്ല, നാം ബലഹീന ശരീരത്തിലാണ് ഇരിക്കുന്നത്. എന്നിട്ട് പറയാണ്, വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ട എന്തൊന്നും നാം അറിയുന്നില്ല. ഒന്നാമത് ശരീരം ബലഹീനമാണ്, അത് സമ്മതിക്കുക. രണ്ടാമത് വേണ്ടുന്ന പോലെ പ്രാർത്ഥിക്കാൻ നമുക്കറിയത്തില്ല. പലപ്പോഴും പറയുന്നതിൽ ക്ഷമിക്കണം. മലയാളികളായ സഹോദരന്മാർ ചിലപ്പോൾ വന്ന് ബീഹാറിലൊക്കെ വരുമ്പോൾ ചില ബീഹാറി സഹോദരന്മാരുടെ, എല്ലാവരുടെയും അല്ല, പ്രാർത്ഥന കണ്ടിട്ട് പറയും ഇവർക്ക് പ്രാർത്ഥിക്കാൻ പോലും അറിയത്തില്ലേ. അപ്പോൾ നാം വിചാരിക്കുന്നത് നമുക്ക് നല്ലവണ്ണം പ്രാർത്ഥിക്കാൻ അറിയാമെന്നുള്ളതാണ്, ഇവർക്കറിയില്ല എന്നുള്ളത്. എന്നാൽ പൗലോസ് പറയുന്നൊരു കാര്യം കേൾക്കുക, വേണ്ട പോലെ എന്താ പ്രാർത്ഥിക്കേണ്ടതെന്ന് നമുക്കറിയത്തില്ല. നമ്മുടെ പ്രാർത്ഥന വിഷയങ്ങളൊക്കെ ദൈവഹിത പ്രകാരമാണോ? ഈ ദിവസങ്ങളിലായിട്ട് ജോൺ കുര്യൻ അങ്കിളും ഐബ് ചെറിയാനുമായുള്ള പ്രാർത്ഥനയോട് ബന്ധത്തിലുള്ള ഒരു വീഡിയോ നിങ്ങൾ കണ്ടു കാണുമായിരിക്കാം.
നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് കർത്താവിനെല്ലാം അറിയാം. എന്നാൽ പ്രാർത്ഥനയെന്ന് പറഞ്ഞ ദൈവവുമായുള്ള ബന്ധം ഒന്നുകൂടി പുതുക്കുകയാണ് കൂട്ടായ്മ ബന്ധം. ദൈവമേ, ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു എന്ന് നാം നമ്മെ ഒന്നുകൂടി ദൈവത്തിന് മുമ്പിൽ സമർപ്പിക്കുന്നതാണ്. അപ്പോൾ വേണ്ടും പോലെ നമുക്ക് പ്രാർത്ഥിക്കേണ്ടത് അറിയുന്നില്ല. എന്നിട്ട് പറയുന്നു, ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളിൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. എന്നെ ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരെ, നാം എപ്പോഴും പറയുന്നൊരു മെസ്സേജ് ഉണ്ട്. കർത്താവ് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു മഹാപുരോഹിതനായി. സത്യമാണ്. വലിയ മഹനീയമായ ഒരു ശുശ്രൂഷ കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സ്വർഗത്തിൽ. അതുകൊണ്ടാണ് നാം ജീവിച്ചിരിക്കുന്നത്. എന്നാൽ ഇവിടെ പറയുന്ന കാര്യം എന്താണ്? പരിശുദ്ധാത്മാവും നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. അതെങ്ങനെയാണ് ചെയ്യുന്നത്? ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളിൽ. നമ്മൾക്ക് ആ ഭാഷ മനസ്സിലാക്കാൻ കഴിയുന്നില്ല. എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഹായകനായിട്ട് ഈ ലോകത്തിൽ വന്നിരിക്കുന്ന സലാഗാർ, അല്ലെങ്കിൽ നമുക്ക് ഉപദേശം നൽകുവാനായിട്ട്, കൗൺസിലിംഗ് നൽകുവാനായിട്ട് വന്നിരിക്കുന്ന പരിശുദ്ധാത്മാവ് ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളിൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. എത്രയോ വലിയ കാര്യമാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നെ ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ സത്യമൊന്ന് മനസ്സിലാക്കി, പ്രാർത്ഥനയുടെ മഹത്വം മനസ്സിലാക്കി, കർത്താവ് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ മനസ്സിലാക്കി, കൂടുതൽ കർത്താവിനെ നമുക്ക് സ്നേഹിക്കാം, കർത്താവിനെ നമുക്ക് ആദരിക്കാം, അവന് മഹത്വം കൊടുക്കാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ വിധേയപ്പെട്ട് ഒരു ക്രിസ്തീയ ജീവൻ നയിക്കുവാൻ എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ. സ്വർഗീയ പിതാവേ, ഒരു പ്രഭാതം കൂടി നൽകിയതിനായി സ്തോത്രം. ഇന്നത്തെ ദിവസം നിന്റെ ഹിതപ്രകാരം നിനക്ക് വേണ്ടി ജീവിക്കുവാൻ നീ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണം. നിന്റെ ഹിതത്തിനനുസരിച്ച് മാത്രം ജീവിക്കുവാൻ സഹായിക്കണം. യേശു കർത്താവിന്റെ ധന്യനാമത്തിൽ ചോദിക്കുന്നു, കൃപയുണ്ടായി സ്വീകരിക്കുമാറാകണമേ. ആമേൻ.